ജനങ്ങളുടെ ആകെ സഹകരണത്തോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ സംഭാവനകൾ ഉപയോഗിച്ച് കേന്ദ്രം ചുല്ലിക്കാശ് തരാതിരുന്നപ്പോഴും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു ആധുനിക ടൗൺഷിപ്പ് സ്ഥലമേറ്റെടുത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നിൽ നിന്ന് കുത്തിയ BJP ഗവൺമെന്റിനൊപ്പം ലീഗും കോൺഗ്രസും എന്ത് ചെയ്തു? മുന്നിൽ നിന്ന് കുത്തി. അവര് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. അവര് പറഞ്ഞു, ദുരന്തബാധിതരോട് സർക്കാരിന്റെ വീടൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സർക്കാരിൽ നിന്ന് വല്ല കാശും കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കോ, വീട് ഞങ്ങൾ തരാം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു 100 വീട് എന്റെ വക. KPCC പറഞ്ഞു 100 വീട് എന്റെ വക. ലീഗും കുറച്ചില്ല, ഒട്ടും മോശാക്കില്ല, 100 വീട് തങ്ങളുടെ വക. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് ഞങ്ങളുടെ വക. പറഞ്ഞവനിപ്പോ ഒളിവില. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നെന്നാണ് ഒടുവിലുള്ള വിവരം. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടാക്കിയത് വീടല്ല. അപ്പോ ലക്ഷക്കണക്കിന് ഉറപ്പിച്ചു, തിരിച്ച കാശും വെള്ളത്തിലായി അല്ലേ? തിരിച്ച കാശിനും കണക്കില്ല. പക്ഷെ സർക്കാരിന്റെ ഇവര് പറഞ്ഞു 107 ദുരന്ത ബാധിതർ ഈ കുത്തിത്തിരിപ്പിൽ പെട്ടുപോയി കേട്ടോ. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ട, കാരണം വീട് രാഹുൽ ഗാന്ധി തരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 15 ലക്ഷം തന്നാൽ മതി. 15 ലക്ഷം വാങ്ങിപ്പോയി. ഇപ്പൊ രാഹുൽ ഗാന്ധിയും കാണാനില്ല, ലീഗിനെയും കാണാനില്ല, KPCC ഇല്ല, തിരിച്ച കാശുമില്ല. ഒറ്റ വീട് ഇവരാരെങ്കിലും പറഞ്ഞത് വന്നോ? പക്ഷെ സർക്കാരിന്റെ 402 വീടിന്റെ വാർപ്പ് അവിടെ ആരംഭിച്ചു. 402 വീടിന്റെ വാർപ്പ് ആരംഭിച്ചു. വെറും വീടല്ല, ടൗൺഷിപ്പാണ്. അതിനകത്ത് റോഡുണ്ട്, അതിനകത്ത് സ്കൂളുണ്ട്, അതിനകത്ത് ആശുപത്രിയുണ്ട്, അവിടെ സാംസ്കാരിക നിലയമുണ്ട്, ലൈബ്രറിയുണ്ട്, വ്യായാമത്തിനുള്ള ജിംനേഷ്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള അത്യാധുനികമായിട്ടുള്ള ടൗൺഷിപ്പ്. നിശ്ചയദാർഢ്യമുള്ളൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, കഴിവും പ്രാപ്തിയുമുള്ളൊരു ഭരണമുണ്ടെങ്കിൽ, ആരെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് എങ്ങനെ ഒരു നാടിന് ഉയർന്നു വരാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് മുണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള ടൗൺഷിപ്പ്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.